മിസ്സായത്. ജസ്റ്റ് മിസ്സായില്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതില് ഭയങ്കര പാട്ടുകാർ അജയ് എവിടെ? അപ്പൊ ഞാൻ അടുത്ത വിളിക്കാം. ഇതിലെ ലാൽ ജോസ് സാർ, മാസ്റ്റർ പീസ്, അങ്ങനെ നിരവധി സിനിമകളിലൊക്കെ സംവിധായകനെ എത്തി. ഇതില് അദ്ദേഹം മറ്റൊരാളുടെ സിനിമയിൽ, സുഹൃത്തിന്റെ സിനിമയിൽ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയെന്ന് കേട്ടു. അങ്ങനെയൊക്കെ പാടിയ ആളാണ് മനോജ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരനായിട്ടാണ് ഈ സിനിമയിൽ വന്നേക്കുന്നത്. അജയ്, സോ ഗ്രേറ്റ് ജോബ് ദേ. ഞാൻ പറഞ്ഞു ലാൽ ജോസ് സാറുണ്ട് അമ്പിളിയുടെ അച്ഛനായിട്ട്, നമ്മൾ പ്രിയപ്പെട്ട ജിയോ ബേബി സാറുണ്ട്, ആൻഡ് ലവ്ലി അശ്വതി ശ്രീകാന്ത്. അശ്വതി വന്നോ? ഇല്ല. സോ അശ്വതി ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ്. സോ വളരെ ടാലന്റഡ് ആയ ഒരു കാസ്റ്റ് ക്രൂ ആണ്. സോ ഇവിടെ നിൽക്കുന്ന കാസ്റ്റ് മെമ്പേഴ്സിന്റെ അടുത്തും ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കട്ടെ. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ചെമ്മുണ്ടോ വിനീതേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടൻ കുറെ സീരിയസ് സിനിമകൾ കുറെ ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ്. അപ്പൊ മന്ദാകിനിയുടെ ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും ഈ സിനിമ പ്രേക്ഷകരിലേക്ക് പോവാണ് അടുത്ത മാസം. അപ്പൊ ചേട്ടൻ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമസ്കാരം. ഞാൻ നമ്മുടെ അൽത്താഫിന്റെ അളിയനായിട്ടാണ് ഈ പടത്തിൽ. അൽത്താഫ് നായകനായിട്ടുള്ള ആദ്യത്തെ ഒരു സിനിമയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഈ നമ്മൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ സിനിമയിലൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഷൂട്ട് കഴിഞ്ഞിട്ടും ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളായിട്ട് ഇവരൊന്നും പിരിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും ഇപ്പോഴും ഉണ്ട്. ഞാൻ മാത്രമല്ല, ഞാൻ ഒരു ചെറിയ തിരക്കിൽ പോയി, പക്ഷെ ഇവരൊന്നും ഇതുവരെ ഒരു ദിവസം പോലും പിരിഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത്രയും 100% ആത്മാർത്ഥതയിൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. എനിക്കും വളരെ ഹാപ്പി ആയിരുന്നു. നമുക്കൊരു ഷൂട്ടായിട്ടില്ല തോന്നിയ നമ്മുടെ ഒരു അയൽവക്കത്ത് നമുക്ക് സ്നേഹമുള്ളൊരു വീട്ടിലെ കല്യാണം കൂടുന്ന പോലെ ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. പിന്നെ എല്ലാവരോടും താങ്ക്സ്. എന്നെ ഈ വേഷം ധൈര്യമായിട്ട് ഏൽപ്പിച്ചതിൽ ഞാൻ ഹാപ്പി. നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ വിഭാഷയുടെ ഉണ്ട്. പ്ലീസ് ജോയിൻ us on stage. വിഭാഷ പ്ലീസ്. കുറച്ച് പേര് എനിക്ക് ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് തന്ന പേരുകളൊക്കെ ഞാൻ വായിച്ചു, പക്ഷെ കുറെ പേരുണ്ട്. ബബിത, അല, അഖില, വിനോദ് ഗിന്നസ്. എവിടെ കണ്ടില്ല? ചേട്ടാ ശിവാനി, ബബീഷനെ ഞാൻ വിളിച്ചു. ഇവരൊക്കെ ഉണ്ട്. ഇനിയും കുറെ പേരുണ്ടല്ലേ? ഷൈൻ, ഞാനപ്പോ അങ്ങോട്ട് പോയി നിന്നാ പോരെ. പക്ഷെ ഇവരെല്ലാരും എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിലാണ് സന്തോഷം. സെൽഫി കം സെൽഫി. ഇവരൊക്കെ ഈ സിനിമയിൽ ഉണ്ട്. സരിത, ഇനി ആരാ? ഏബിൾ ഇനി വിളിച്ചോ. ഷാനു വാ. സോ സ്വീറ്റ്. പ്രദീപ് ഏട്ടാ വാ. പ്രദീപ് ഏട്ടാ വന്നോ? Okay, അടുത്തത് I want to request നമ്മളെ സരിത കുക്കു സരിത ടു പ്ലീസ് സ്പീക്ക് എ ഫ്യൂ പറഞ്ഞോ. അഷ്ന ഞാൻ ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് വരാം. ഇതൊക്കെ നേരത്തെ പറഞ്ഞുവിടായിരുന്നോ? അതിനല്ലേ ഒരു ആങ്കറിനൊക്കെ വെച്ചേക്കുന്നത്. 9 മണിക്ക് വന്നതാ ഞാൻ. ആരും എനിക്കൊന്നും പറഞ്ഞു തന്നില്ല. കുഴപ്പമില്ല. സരിത ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് രാജലക്ഷ്മി. അത് കാണുമ്പോൾ തന്നെ ട്രെയിലറിൽ എനിക്ക് ഭയങ്കര സന്തോഷം വരും. സ്ട്രോങ് ആയിട്ടുള്ള തല്ലാൻ റെഡി ആയിട്ട് നിൽക്കുന്ന അമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും ഈ ഒരു കഥാപാത്രം മന്ദാകിനിയിൽ എന്താണ്? what should we expect from it? എന്താ പറയണ്ടെന്ന് അറിയില്ല. ഈ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. നമുക്ക് എല്ലാ വീടുകളിലും കാണാൻ പറ്റുന്ന നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും അറിയാം, നമുക്ക് പിള്ളേരുടെ അടുത്തൊക്കെ എങ്ങനെ പെരുമാറുന്നത്. അതുപോലത്തെ ഒരു അമ്മ തന്നെയാണ്. കുറച്ചും കൂടെ സ്ട്രോങ്, വിഷ്വലി ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇതിനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല. ബിക്കോസ് സിനിമ കണ്ടിട്ടാണ് പറയേണ്ടത് എത്ര സ്ട്രോങ് ആയിട്ടുള്ള അമ്മയാണെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആയ ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഇതും സീരിയസ് ആണ്. സിനിമയിൽ മൊത്തം ക്യാരക്ടേഴ്സ് സീരിയസാണ്, പക്ഷെ സിറ്റുവേഷൻ വൈസ് നല്ല രസമായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പടമാണ്. അധികം എനിക്ക് പറയാൻ പറ്റുന്നില്ല. സിനിമ കണ്ടിട്ട് എല്ലാവരും പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് എത്ര സ്ട്രോങ് ആണ്, എത്ര രസകരമായിട്ടുണ്ട് എന്നൊക്കെ. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ലുക്കിലൊരു ക്യാരക്ടറാണ്. ഇങ്ങനെ കാണുന്ന പോലെയല്ല. സോ അതാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ അതിൽ കിടക്കുന്നത്. സോ ഇങ്ങനെ കാണുമ്പം, സിനിമയിൽ കാണുമ്പം അമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ആൾക്കാർക്ക് ആക്സെപ്റ്റബിൾ ആവുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെനിക്കൊന്ന് സിനിമ കഴിയുമ്പോൾ ആയിരിക്കും പറയാൻ പറ്റുന്ന കാണുന്നവർക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രതീഷ് ജേക്കബ്. പ്രതീഷ് എവിടെ? പ്രതീഷ് ഏട്ടാ? പ്രതീഷ് അനിയാ? പ്രതീഷ് കാണാൻ പോലുമില്ല.
കാസ്റ്റിംഗ് ഡയറക്ടർ ജോലി ചെയ്തിട്ട് പോയി. കമോൺ, നല്ലൊരു കടി കൊടുക്കാം. ആൻഡ് യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ് സരിതനെ ഇവിടെ കാണുമ്പം സരിതനെ ഇവിടെ കാണുമ്പോഴും അമ്മയായിട്ട് കാണുമ്പോഴും നമുക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഒരു സിനിമ എന്ന് പറഞ്ഞൊരു മാജിക് ആണ് അല്ലേ. സിനിമ എന്ന ലോകത്തിനൊരു മാജിക്കും ഇത്രയും വലിയൊരു മോളുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും പോലും ഇല്ല അല്ലേ. സിനിമ കാണുമ്പം എല്ലാം മനസ്സിലാവും. ആ ലുക്കും ഫീലും ദാറ്റ് ഈസ് യുവർ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾ ഓഫ് ദം. യു ലുക്ക് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് ഇൻ ദാറ്റ് റോൾ. അപ്പൊ ഇനി കുട്ടിയൊക്കെ പൊളിക്കുമോനെ, അധികം സമയം എടുക്കരുത് എന്ന് വിനോദേട്ടൻ പറഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റുള്ളിൽ ഞാൻ ഇറക്കി വിടും. ഇല്ല, നമ്മുടെ ഡയറക്ടർ വിനോദേട്ടൻ ചോദിച്ചായിരുന്നു ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തോളാം. ഞാൻ പറഞ്ഞില്ല, ടൗൺ പ്ലാസയുടെ ബില്ലൊരു 50,000 കൂടിയിട്ടേ ഉള്ളൂ. ആദ്യമേ ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുപാട് ഇവന്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് അഭിനയിച്ച ഒരു സിനിമയുടെ ആദ്യത്തെ ട്രെയിലർ ലോഞ്ചാണത്. വലിയ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഇനി ഒരുപാട് പേരോട് നന്ദി പറയണം, കുറേ പേരോട് പറയണം. ഏബിള്, ഷീച്ചേട്ടൻ, വിനോദേട്ടൻ, സഞ്ജുവേട്ടൻ, അങ്ങനെ ഒരുപാട് പേരോട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന അല്ലെങ്കിൽ സിനിമ മോഹിച്ച് നടക്കുന്ന ഏതൊരു ആൾക്കും കിട്ടാവുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ് കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ സിനിമയിൽ വരുമ്പോൾ ഈ സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ടൈം പോലും ഇതിന്റെ പല കാര്യങ്ങളിൽ എന്നെ കൂടെ അവർ ഉൾപ്പെടുത്തി എന്നെയും കൊണ്ടുപോകാറുണ്ട്. പല സ്ഥലങ്ങളിലും പ്രൊമോഷൻ ആയാലും DI ചെയ്യുന്നിടത്തും എല്ലായിടത്തും പോയിരുന്ന് ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഒരു തുടക്കക്കാരന് കിട്ടാമെന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ്. അതിന് എന്നെ കൂടെ കൂട്ടിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ സാധാരണ ഈ ഓരോ സിനിമ ഇവന്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിലൂടെ അഭിനയിച്ചവരും അതിൻ്റെ പിന്നണി പ്രവർത്തിച്ചവരും എല്ലാവരും തമ്മിലുള്ള വൈബും കാര്യങ്ങളും ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ അവരിതുപോലെ ഫംഗ്ഷനിൽ വന്ന് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി സിനിമ മോഹിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും നമുക്കും അതുപോലെ എന്താണ് സംഭവിക്കുന്നത്. അതുപോലെ എനിക്കത് സംഭവിച്ചത് ഈ സിനിമയിലാണ്. കാര്യം അജയ് വാസുദേവൻ ഉൾപ്പെടെയുള്ള വലിയ ഡയറക്ടേഴ്സ് എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം എൻ്റെ സിനിമയിൽ ഏറ്റവും അടുത്ത ചേട്ടന്മാരാരെന്ന് പറഞ്ഞ് എനിക്ക് എടുത്ത് പറയാം ചേട്ടനാണെന്നൊക്കെ. അങ്ങനെയുള്ള സൗഹൃദം തന്ന സിനിമയാണ്. ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന സിനിമയാണ്, പഠിപ്പിച്ച സിനിമയാണ്. പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു സീനാണെങ്കിൽ കൂടി ആ സിനിമയുടെ കഥയ്ക്ക് അല്ലെങ്കിൽ സിനിമയുടെ പോക്കിന് നമ്മുടെ ആ ഒരു സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത സിനിമ കൂടിയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് പേരെ നോക്കിയിട്ട് അവസാനം എന്നിലേക്ക് ഈ കഥാപാത്രത്തെ എത്തിച്ച അല്ലെങ്കിൽ എൻ്റെ പേര് പറഞ്ഞ ഏബിളിന് ഒരുപാട് നന്ദി. എനിക്ക് പകരം ഒരുപാട് ആൾക്കാരെ ഇവർ നോക്കിയതാണ്. പക്ഷേ ആ തിരക്കായി എനിക്ക് പകരം നോക്കിയ ആൾക്കാരൊക്കെ തിരക്കായതിനും അവരോട് നന്ദി. അവർക്ക് ആ തിരക്കാവാൻ ആ സിനിമകൾ കൊടുത്ത ആ ഡയറക്ടേഴ്സിന് നന്ദി, ആ പ്രൊഡ്യൂസേഴ്സിന് നന്ദി. ഒപ്പം ദൈവത്തിനോട് ഒരുപാട് നന്ദി. അപ്പോൾ മെയ് 24-ാം തീയതി എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഒരു 2 മണിക്കൂർ സംതിങ് ഉറപ്പായിട്ട് ചിരിക്കാം. പിന്നെ ഉറപ്പായിട്ട് പിന്നെ ഇത് അല്ല ഇതെന്താ അറിയാമോ കഴിഞ്ഞു ഇല്ല ഇനി ഒരു കൈയടി കൂടെ സ്റ്റേജിൽ കയറുമ്പോ സ്വാഭാവികമായിട്ടും ആദ്യത്തെ സിനിമയ്ക്കാണ് ഇത്രയും വലിയൊരു ലോഞ്ച് ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? അല്ല എന്താ പറയാ, സിനിമ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അനന്തപുരം കാക്കിപ്പട ഞാൻ പഠിച്ചു. നല്ലൊരു കൈയടി കൊടുക്കാം. ഇത് ഇങ്ങനെ നിരവധി വലിയ സിനിമകളുടെയും ചെറിയ സിനിമകളുടെയും ഭാഗമാവാൻ പറ്റട്ടെ അഖിലിന്. ഒരു കാര്യം പറയാനുണ്ട്. സമയം 12 മണി കഴിഞ്ഞു. ഒഫീഷ്യലി മന്ദാകിനിയുടെ ട്രെയിലർ ലോഞ്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയ നടൻ പൃഥ്വിരാജിന്റെ പേജിലൂടെ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. സോ വി വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നല്ലൊരു ഐഡിയ ആവാം അതിനുവേണ്ടി. പിന്നെ ഈ സിനിമയുടെ മറ്റൊരു മുഖ്യ സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ മ്യൂസിക് ആണ് അല്ലേ. അതിന് സംഗീതം ഇതിനൊരു ലൈഫ് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് ബിബിനാണ്. ബിബിൻ ഒന്ന് മുന്നോട്ട് വരാമോ പ്ലീസ്? ഡാബ്സിനെ കൊണ്ട് ഈ ചിത്രത്തിൽ ഒരു അടിപൊളി പാട്ടൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ. ഇപ്പൊ പാട്ട് എന്തായാലും റിലീസ് ആയിട്ടില്ല. സരിഗമ എന്നാ റിലീസ് ചെയ്യുന്ന ഈ ആഴ്ച ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു പൊടി വിളിച്ചേനെ, സമ്മതിച്ചില്ല. കേരള പാട്ടാണോ? കേട്ടെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞാ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച്. ഡീറ്റെയിൽസ് ആയിട്ടിപ്പോ ഡബ്സിയുടെ നമ്മൾ മീറ്റ് ചെയ്തു. പുള്ളി ഹാപ്പി ആയിരുന്നു പാട്ട് കേട്ടപ്പോ. അങ്ങനെ പാടി. പൊതുവെ ഡബ്സി എന്ന് പറഞ്ഞാൽ സ്വന്തം പാട്ട് എഴുതും ചെയ്യും അങ്ങനെയൊക്കെ അല്ലേ? അപ്പൊ മറ്റൊരു ഇൻഡിപെൻഡന്റ് എങ്ങനെ കൺവിൻസ് ചെയ്തു ബിബിൻ? കൂട്ടുകാരനാണോ? അല്ലല്ല, എനിക്ക് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു സ്റ്റുഡിയോയില് വന്നപ്പോ എന്റെ സ്റ്റുഡിയോയിൽ വന്നപ്പോ നേരിട്ട് പോയി കണ്ടു. അതൊരു മലബാറുകാരനെ കൊണ്ട് എന്തുകൊണ്ടാണ് കാരൽ പാട്ട് പഠിപ്പിക്കാനുള്ള ഒരു ചേതോ വികാരം? അല്ല, അത് ആ പാട്ടിന് ഒരു പ്രത്യേക ഒരു ടൈപ്പ് ടോണിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഓപ്ഷൻ പുള്ളിയായിരുന്നു. അതാണോ നമ്മൾ ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്ന പാട്ട്? ആദ്യം ഫസ്റ്റ് സോങ് അത് തന്നെയാണ്. ഡബ്സിയുടെ ഈ പാട്ടാണ് ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? എന്നാണ് ഇപ്പോഴത്തെ
പാടിയാൽ ശരിയാവില്ല. എല്ലാവർക്കും സ്റ്റേജ് കയറാം, സാറില്ല, ഓൺലൈനിൽ കേൾക്കാം നമുക്കെന്നാ. അടിപൊളിയായിരിക്കില്ലേ? എന്ന് വിചാരിക്കുന്നു. വിചാരിക്കേണ്ട ആയിരിക്കും അല്ലേ? We are sure it's going to be awesome. We are wishing you the very very best. All the best. ഇപ്പൊ ഡാൻസീര പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇനി നമ്മുടെ വണ്ടർഫുൾ പ്രസ്സിൽ നിന്നുമുള്ള കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ Q&A സമയമാണ്. ആർക്കെങ്കിലും എനിത്തിങ് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇല്ലെങ്കിൽ നിർത്താം. ഉണ്ടോ? Any questions for any of our cast and crew members? ആർക്കെങ്കിലും ചോദിക്കും. In the mean, അതെ, ഇപ്പൊ പൊതുവെ മലയാള സിനിമയുടെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 100 കോടിയാണല്ലോ. 100 കോടി അടിച്ചാൽ എന്താണ് നിങ്ങൾക്കുള്ള ഓഫർ, അങ്ങോട്ടുള്ള ഓഫർ? പിന്നെ തിരിച്ച് ഞാൻ ബാംഗ്ലൂർ വിടും. ആ കാശ് പോക്കറ്റിലിട്ടിട്ട് ഞങ്ങൾക്കൊക്കെ തന്നിട്ട് IT ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്, സിനിമയ്ക്ക് വേണ്ടി ജോലിയൊക്കെ വിട്ടു. അതാ ഞാൻ പറഞ്ഞു തിരിച്ച് IT ഫീൽഡിൽ വിടുമെന്ന് പറഞ്ഞത്.